അതെ, കുറച്ച് പരിപ്പും തക്കാളിയും സവാളയും പച്ചമുളകും കോവയ്ക്കയും ഇല്ലോളം വെളുത്തുള്ളിയും ചേർത്ത് 4 വിസില് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ആന്ധ്ര സ്റ്റൈൽ കോവയ്ക്ക പരിപ്പേറി ഉണ്ടാക്കിയാലോ? കോവയ്ക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. അവർ രണ്ടാമത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അപ്പൊ ചോറിന്റെ കൂടെയും നെയ്ച്ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കണം. കോവയ്ക്കയുടെ 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിനി ഇത് 4ആയിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ കോവയ്ക്കയും കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താൽ നമ്മൾ കറിയിൽ ആ കഷ്ണമായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടും. അതുകൊണ്ടാട്ടോ വട്ടത്തിലായാലും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കോവയ്ക്കേക്ക് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള തുവരപ്പരിപ്പ് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനി നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കണം. അങ്ങനെ പരിപ്പ് നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിലോട്ടോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. കഴുകി വാരി വെച്ച പരിപ്പ് 1 കപ്പ്, 1 പിടി കോവയ്ക്ക അരിഞ്ഞത്, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 3 തക്കാളി അരിഞ്ഞത്, 8-9 അല്ലി വെളുത്തുള്ളി ഒട്ടും കുറയ്ക്കണ്ട കേട്ടോ. എരിവിന് വേണ്ടി 2 പച്ചമുളക് 2ആയിട്ട് കീറിയത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു ചെറിയൊരു കഷ്ണം പുളി കൂടി ചേർക്കുന്നുണ്ടേ. ഇനി കറിക്ക് ആവശ്യമായ കല്ലുപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കണേ. ഈ സമയം ഫ്രഷ് ആയ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കുറച്ചുകൂടെ വെള്ളം വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാം വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് ലോ ഫ്ലെയിമിൽ 4 വിസില്. കറി റെഡിയായി. എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പൊന്നും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് 4 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ. ഇനി ഇതെല്ലാം ഒരു തവ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഒരുപാടങ്ങ് ഉടയ്ക്കേണ്ട, കുറച്ചൊക്കെ പരിപ്പ് നമുക്ക് കഴിക്കാനും കിട്ടണം കേട്ടോ. അങ്ങനെ പരിപ്പ് കറി സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ച് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് പൊട്ടിക്കണം. കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കുവാണേ. ഒരു 1.5 ടീസ്പൂണോളം ചെറിയ ജീരകം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ഒരു 5-6 ഉണ്ടമുളക് കൂടെ ചേർത്ത് കൊടുക്കുവാണേ. കൂട്ടത്തിൽ തന്നെ 1 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇത് കറിക്ക് ഒരു പ്രത്യേക മണം കൂടി തരും. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കറിക്ക് പ്രത്യേക ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ താളിപ്പ് നേരെ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കൂട്ടത്തിൽ തന്നെ 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നല്ലൊരു മണം വരും കേട്ടോ. പരിപ്പ് കറിയുടെയും മല്ലിയിലയുടെയും ആ താളിപ്പിന്റെ എല്ലാം കൂടെ ചേർന്ന് ഒരു നല്ലൊരു മണം. അങ്ങനെ കോവയ്ക്ക പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിന്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയോ നെയ്ച്ചോറിന്റെ കൂടെയോ എല്ലാം നമുക്ക് ഈ കറി കൂട്ടാൻ പറ്റും. കോവയ്ക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. അവർക്ക് ഇതിനകത്ത് കിടക്കുന്ന കോവയ്ക്കാന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമുക്കിനി കയ്യോടെ ഞാൻ കഴിക്കാല്ലേ. ചൂട് പച്ചരി ചോറും എടുത്ത് ഒരു കണ്ണിമാങ്ങ അച്ചാറും വെച്ച് കുറച്ച് പപ്പടം വെച്ച് നമ്മുടെ ഈ കോവയ്ക്ക പരിപ്പറി അങ്ങോട്ട് ഒഴിക്കണം. നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ 2-3 തുള്ളി നെയ്യും കൂടി ഒഴിക്കാം കേട്ടോ. ആ ചൂട് പച്ചരി ചോറിലോട്ട് കറി കൂട്ടി അങ്ങ് കുഴച്ച് കോവയ്ക്കയുടെ ഒരു കഷ്ണം എടുത്ത് വെച്ച് അങ്ങോട്ട് കഴിക്കണം. എന്നാ ടേസ്റ്റ് ആണെന്നറിയോ. കൂട്ടത്തില് കണ്ണിമാങ്ങയുടെ ഒരു ചെറിയൊരു പീസും ആ അച്ചാറും കൂട്ടി ചോറ് കൂട്ടി കഴിക്കുമ്പോൾ ഉള്ളൊരു സ്വാദ് അത് കഴിച്ച് തന്നെ അറിയണം. അപ്പൊ വളരെ ഹെൽത്തിയും സിമ്പിളും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കോവയ്ക്ക പരിപ്പ് കറി ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പറയണേ. അപ്പൊ മറ്റൊരു സിമ്പിൾ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കും കേട്ടോ.